ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി അങ്ങനെ ഇന്ന് ഹ്യൂജ് കൺസോൾട്ടേഷനാണ് നമുക്കുണ്ടായിരുന്നത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള താരിഫ് തീരുമാനങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ വളരെയധികം സ്ട്രെസ്സാണുള്ളത്. ട്രംപും എലൻ മസ്കും തമ്മിൽ ധാരണ വ്യത്യാസം വന്നു. എലൻ മസ്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതിനുശേഷം ടെസ്ല സ്റ്റോക്കുകൾ US മാർക്കറ്റിന് ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ ടെസ്ല സ്റ്റോക്കുകൾ 6% ഒരു ഫോൾ ഉണ്ടായി. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,400 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റി പോസിറ്റീവായിരുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റി 80 പോയിന്റ് ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് നിഫ്റ്റിയിൽ ചുക്കാൻ പിടിച്ചത് FMCG സെക്ടറാണ്. ടോപ്പ് മൂവേഴ്സ് നമുക്ക് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം റിലയൻസ് തിരിച്ചു വന്നു. HUL, ITC തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റീനെ സപ്പോർട്ട് ചെയ്തു. മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് നിഫ്റ്റി 50-ലുള്ള കമ്പനീസിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് ഉയർത്തുമെന്ന് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞതായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഡ്രീം ഫോക്കസ് സ്റ്റോക്ക് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്താണ്. ഡ്രീം ഫോക്കസ് സ്റ്റോക്ക് 1-2 ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്തു. കൂടാതെ തന്നെ അദാനി എയർപോർട്ട് പറഞ്ഞു ഡ്രീം ഫോക്കിൻ്റെ എല്ലാം തന്നെ സഹായമില്ലാതെ തന്നെ ആളുകൾക്ക് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള ആ ഒരു പ്രസ്താവന കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡ്രീം ഫോക്കസ് സ്റ്റോക്കുകൾ ഫോളിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. 3 യൂറോപ്യൻ മാർക്കറ്റും FTSE UK, CAC 40 ഫ്രാൻസ് ഫ്ലാറ്റാണ്. ഡാക്സ് മാത്രം ഒരു പോസിറ്റീവായി നിൽക്കുന്നു. ഇന്ത്യ വിക്സ് ഈ ഒരു ഫിയർ കാരണം ഏകദേശം 2.5% ഒരു സ്പൈക്ക്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡിംഗ് തുടരുന്നു. കോസ്പി കൊറിയയും ചൈനയും എല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് ഇന്ന് $38 പെർ ഔൺസിന് ഇടിഞ്ഞു. സ്പോട്ട് നിൽക്കുന്നത് 32,097 ബ്രന്റ് ഓയിൽ $68. ബിറ്റ്കോയിനും $700 ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി 1,08,725 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് ഓപ്പൺ ചെയ്തു. ഹ്യൂജ് കൺസോൾട്ടേഷൻ ഇൻ ബിറ്റ്വീൻ ചെറിയ ഒരു വോളറ്റിലിറ്റി ശ്രമിച്ചു. എന്നാലും ഓപ്പണിംഗ് എവിടെയാണോ അവിടെ തന്നെ എക്സാക്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, മാർക്കറ്റിലുള്ള വിപണിയിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. വരുന്ന ഞായറാഴ്ച കൊച്ചി നമ്മുടെ ഓഫീസിൽ വെച്ച് ഇതേ ഓഫീസിൽ വെച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമ്പനി നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കിലെ വാർത്തയിൽ ആദ്യമുള്ളത് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. കല്യാൺ ജ്വല്ലേഴ്സ് ഇവരുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്ത് വന്നു. 31% ഇയർ ഓൺ ഇയർ ഇവരുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇവരുടെ സെയിൽസ് മികച്ച റിപ്പോർട്ടാണെന്ന് ഉള്ളത് കമ്പനിയുടെ അഭിപ്രായം. ജിയോ നമുക്കറിയാം, ജിയോയും ബ്ലാക്ക് റോക്കും തമ്മിൽ ജോയിൻറ്റ് വെഞ്ചറായി സെബി അവർക്ക് വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുത്തു. അപ്പോൾ ഇവരുടെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് NFO എല്ലാം തന്നെ അവർ ലോഞ്ച് ചെയ്യുകയാണ്. 17,800 കോടി രൂപയാണ്, ഏകദേശം $2.1 ബില്യൺ ഒരു ഫണ്ടാണ് ഇവർ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ AUM ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. IPO വരുമ്പോൾ സ്മാർട്ട് വർക്ക് കോവർക്കിംഗ് സ്പേസ് IPO ജൂലൈ 10 ഓപ്പൺ ആവുന്നുണ്ട്. പ്രൈസ് ബാൻഡ് 387-407 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ടിക്ക് പ്രൈസ് മാർക്ക് ചെയ്യുക. ഒറ്റ ലോട്ട് മതിയാകും. കാരണം നല്ല IPO ആണെങ്കിൽ നമുക്ക് ഒരു ലോട്ട് തന്നെ കിട്ടും. മോശം IPO ആണെങ്കിൽ മൾട്ടിപ്പിൾ ലോട്ട് കിട്ടും, ലിസ്റ്റിംഗ് ഗെയിം കിട്ടില്ല. നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ സിമ്പിളായിട്ട് തന്നെ IPOയിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് IPOയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ധാരണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയാൽ മതി. കീസ്റ്റോൺ റിയാലിറ്റി കമ്പനി ഇവർക്ക് റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ബോംബെയിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. ഇനോക്സ് കമ്പനി മോത്തിലാൽ ഒസ്വാൾ എന്ന് പറഞ്ഞ റൈറ്റിംഗ് ഏജൻസി ഇനോക്സിന് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. L&T കമ്പനി ഇവർ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു ലാർജ് ഓർഡർ 5,000 CR ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇവർ കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഷിപ്പിംഗ് കമ്പനിയായിട്ട് 250 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു മാരിടൈം ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഇവർ സൈൻ ചെയ്തു. പുറവങ്കര റിയാലിറ്റി കമ്പനിയാണ്. ബോംബെ ആസ്ഥാനമായിട്ടുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ്. ഇവർ ബോംബെയിൽ 2,200 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. ജുബിലാൻഡ് ഫുഡ് വർക്ക് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ റവന്യൂ 2,261 കോടി രൂപയാണ് ഇവർ കളക്ട് ചെയ്തിട്ടുള്ളത്. 17% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഇനി JSW എനർജി കമ്പനി 261 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഇവരുടെ പുതിയ റിന്യൂവബിൾ എനർജി
ഇവർ ഇനാഗ്രേറ്റ് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അതോടുകൂടി കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി 12,760 മെഗാവാട്ടായിട്ട് ഉയർന്നു. വോഡാഫോൺ ഐഡിയ കമ്പനി ഗവൺമെൻറ് ഇവരുടെ AGR ഡ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ AGR ഡ്യൂവിന് റിലീഫ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഗവൺമെൻറ് നിരസിച്ചു ഒരു AGR ഡ്യൂ, ആ ഒരു അപേക്ഷ നിരസിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. കോഫോർജ് കമ്പനി അവർ അമാൽഗമേഷൻ സിഗ്നിറ്റി ആയിട്ടുള്ളൊരു അമാൽഗമേഷൻ ഉണ്ടായിരുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം. അത് ബോർഡ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. SPML ഇൻഫ്ര കമ്പനി ഇവർക്ക് 205 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. JK ലക്ഷ്മി സിമെൻറ്റ് കമ്പനി പുതിയ ലെംസ്റ്റോൺ മൈൻ പ്രൊജക്റ്റ് ഇവർ ആസാമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയിട്ട് കമ്പനിയുടെ ആനുവൽ റവന്യൂവിൽ 30% ഒരു വർധനമാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനി ഇവർ ഡിഫൻസിൻ്റെ ഏകദേശം 2 lakh crores തന്നെ ഓർഡർ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നു. നിയോജോൺ ഫിൻടെക് കമ്പനി ഇയർ ഓൺ ഇയർ ഇവരുടെ Q1 റവന്യൂ 15% ഉയർന്നു. TVS മോട്ടേഴ്സ് ഇവരുടെ പുതിയ ജുപ്പിറ്റർ 1 ton നേപ്പാളിൽ ഇവർ ലോഞ്ച് ചെയ്യുന്നു കമ്പനി അറിയിച്ചു. JK ബാങ്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 12% ഇയർ ഓൺ ഇയർ ഇവരുടെ ഡെപ്പോസിറ്റ് ഉയർന്നതായിട്ടാണ് കമ്പനിയുടെ വാർത്തകളുള്ളത്. എല്ലാ ദിവസവും രാവിലെയുണ്ട് നമ്മളെ പ്രീ മാർക്കറ്റ് സെക്ഷൻ. അപ്പോൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ. ബൈ.